ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. IPL 2024 മികച്ച ഇന്ത്യൻ പേസ് ബൗളേഴ്സിൻ്റെ പവർ റാങ്കിങ് വീഡിയോ ടോപ്പ് 10 വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരത്തെ തന്നെ പലതരം പവർ റാങ്കിങ്സ് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇത്തവണ താരലേലം കഴിഞ്ഞതിൽ തന്നെ വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള ടീമുകൾ തന്നെയാണ് ഇത്തവണ ഉള്ളത്. അതിനാൽ തന്നെ ഏതാണ്ട് 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന വാശിയേറിയ IPL പോരാട്ടത്തിനാണ് ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് 1ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് പഞ്ചാബ് കിങ്സ് ആണ്. ശിഖർ ധവാൻ്റെ പഞ്ചാബ് കിങ്സ്, അർഷ്ദീപ് സിംഗ്, ഋഷി ധവാൻ, ഹർഷൽ പട്ടേൽ എന്നിവരാണ് മെയിനായിട്ട് പഞ്ചാബ് കിങ്സിലുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ അർഷ്ദീപ് സിംഗിൻ്റെയും ഹർഷൽ പട്ടേലിൻ്റെയും 11ലുള്ള സ്ഥാനം ഏതാണ്ട് കൺഫേംഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഋഷി ധവാൻ പുറത്തിരിക്കേണ്ടി വരും 11ൽ നിന്നും. നമുക്കറിയാം ഹർഷൽ പട്ടേൽ മുൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ താരത്തെ ഇത്തവണ ഏതാണ്ട് 11 കോടിയോളം രൂപ മുടക്കിയാണ് പഞ്ചാബ് കൂടാരത്തിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട താരം തന്നെയാണ് അർഷ്ദീപ് സിംഗ് എന്ന യുവ താരം. നമുക്കറിയാം കഴിഞ്ഞ IPL സീസണിൽ അത്ര ഫോമിലായിരുന്നില്ലെങ്കിൽ ഇത്തവണ ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 പരമ്പര 2ാം മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു അർഷ്ദീപ് സിംഗ്. സോ അതിനാൽ തന്നെ ഈ ഇരു താരങ്ങളുടെയും 11ലുള്ള സ്ഥാനം പ്രഡിക്റ്റഡായ കൺഫേംഡ് ആയതിനാൽ തന്നെ മികച്ച ഇന്ത്യൻ പേസ് ബൗളിംഗ് അറ്റാക്കുള്ള ടീം തന്നെയാണ് പഞ്ചാബ് കിങ്സ്. 2ാം സ്ഥാനത്തുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഷാർദുൽ ഠാക്കൂർ, ദീപക് ചഹാർ, മുകേഷ് ചൗധരി എന്നിവരാണ് ചെന്നൈയുടെ നിരയിലുള്ള മികച്ച ഇന്ത്യൻ പേസ് ബൗളേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ദീപക് ചഹാറും ഷാർദുൽ ഠാക്കൂറും എക്സ്പീരിയൻസ്ഡ് താരങ്ങളാണെങ്കിൽ മുകേഷ് ചൗധരി യുവതാരം. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ യുവതാരം തന്നെയാണ് മുകേഷ് ചൗധരി. നമുക്കറിയാം ഏറെക്കാലത്തിന് ശേഷം ഷാർദുൽ ഠാക്കൂർ ചെന്നൈയുടെ നിരയിലേക്ക് മടങ്ങിയെത്തുന്ന സീസൺ കൂടിയാണ്. സോ മികച്ച 3 പേസ് ബോളേഴ്സുള്ള മികച്ച 3 ഇന്ത്യൻ പേസ് ബോളേഴ്സിൻ്റെ സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. സോ അതിനാൽ തന്നെ 2ാം സ്ഥാനത്താണ് CSKയുടെ ആ ഒരു പവർ റാങ്കിങ്ങിലെ സ്ഥാനം. 3ാം സ്ഥാനത്ത് മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആണ്. പ്രസിദ്ധ് കൃഷ്ണ, ആവേശ് ഖാൻ, സന്ദീപ് ശർമ്മ എന്നിവർക്കൊപ്പം നവദീപ് സൈനി എന്ന മറ്റൊരു താരം കൂടി ചേരുന്ന ഇന്ത്യൻ പേസ് ലൈനപ്പാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. പ്രസിദ്ധ് കൃഷ്ണ നമുക്കറിയാം ഏകദിന വേൾഡ് കപ്പിൽ താരത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം താരം 11-ലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റിലും പ്രസിദ്ധ് കൃഷ്ണ ഡെബ്യൂ മാച്ച് കളിച്ചിരുന്നു. കഴിഞ്ഞ IPL സീസണിൽ പരിക്കുമൂലം കളിക്കാതിരുന്ന താരത്തിൻ്റെ മടങ്ങിവരവാണ് രാജസ്ഥാൻ്റെ നിരയിലേക്ക് ഇത്തവണ IPL സീസൺ. സോ അതിനാൽ തന്നെ മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ റോയൽസിലെ ആരാധകർ പ്രസിദ്ധ് കൃഷ്ണയിൽ നിന്നും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ആവേശ് ഖാൻ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ താരമായിരുന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഇത്തവണ ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിലും ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ആവേശ് ഖാൻ. സോ ആവേശ് ഖാൻ്റെ ആദ്യ വരവാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നിരയിലേക്ക്. സോ അതിനാൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രകടനം തന്നെയാണ് ആവേശ് ഖാനിൽ നിന്നും ആരാധകർ കാത്തിരിക്കുന്നത്. ഒപ്പം സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസണിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് റീപ്ലേസ്മെൻറ്റായി വന്നിട്ട് രാജസ്ഥാൻ റോയൽസിന് അല്ലെങ്കിൽ ഒരു 3-ലധികം മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലാസ്റ്റ് ബോൾ ത്രില്ലറിലൂടെ മത്സരം ഒറ്റയ്ക്ക് വിജയിപ്പിച്ച താരം തന്നെയാണ് സന്ദീപ് ശർമ്മ. സോ അതിനാൽ തന്നെ സന്ദീപിൻ്റെ പ്രകടനത്തിലും ഇത്തവണ ആരാധകർക്ക് സംശയമൊന്നുമില്ല. ഒപ്പം നവദീപ് സൈനി എന്ന മറ്റൊരു താരം കൂടി ചേരുന്ന ഇന്ത്യൻ പേസ് അറ്റാക്കാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത്. സോ അതിനാൽ തന്നെ പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. 4ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. IPL കിരീടം ആദ്യ സീസണിൽ തന്നെ വരവറിയിച്ചുകൊണ്ട് ഉയർത്തിയ ഗുജറാത്തിൻ്റെ നിരയിലെത്തവണ നായകൻ ഹാർദിക് പാണ്ഡ്യ ഇല്ല. പക്ഷേ എന്നിരുന്നാലും മികച്ച പേസ് ബോളേഴ്സായി ഇന്ത്യൻ താരം ഇന്ത്യയുടെ ഏകദിന വേൾഡ് കപ്പിലെ ഹീറോ മുഹമ്മദ് ഷാമി നയിക്കുന്ന പേസ് അറ്റാക്കിംഗ് ലൈനപ്പിലേക്ക് എക്സ്പീരിയൻസ് താരം ഉമേഷ് യാദവ് കൂടി എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കാർത്തിക് ത്യാഗി എന്ന യുവതാരം കൂടി ചേരുന്നതോടുകൂടി മികച്ച 3 ഇന്ത്യൻ പേസ് ബോളേഴ്സിൻ്റെ കൂടാരം തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന് ഇത്തവണ ഉള്ളത്. നമുക്കറിയാം മുഹമ്മദ് ഷാമി, ഉമേഷ്, കാർത്തിക് എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ തന്നെയാണ്. സോ ഈ ഇരു താരങ്ങളും ഗുജറാത്തിൻ്റെ പ്ലേയിങ് ലെവലിലേക്ക് ഏതാണ്ട് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിനാൽ തന്നെ പവർ റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്താണ് ഗുജറാത്ത് ടൈറ്റൻസ്. 5ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ആണ്. മികച്ച ബോളിംഗ് അറ്റാക്കുള്ള ടീം തന്നെയാണെങ്കിലും ഇന്ത്യൻ ബോളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്ര ബുംറയും ഹാർദിക് പാണ്ഡ്യയും ഒഴിച്ചു നിർത്തുകയാണെങ്കിലും ആകാശ് മധുവാൾ എന്ന യുവതാരം മാത്രമാണ് മുംബൈയുടെ കൂടാരത്തിലുള്ള മികച്ച ഒരു യുവ പേസർ എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ 5ാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ്. നമുക്കറിയാം ഇന്ത്യയുടെ വെടിക്കെട്ട് ബോളർ ജസ്പ്രീത് ബുംറ നയിക്കുന്ന മുംബൈയുടെ ഇന്ത്യൻ പേസ് അറ്റാക്കിങ്ങിലേക്ക് നായകൻ ഹാർദിക് പാണ്ഡ്യ ഇത്തവണ എത്തിയതുകൂടി മുംബൈയുടെ മികച്ച 2 പേസർ ഇതിനോടകം തന്നെ കൂടാരത്തിലുണ്ട്. ഒപ്പം ആകാശ് മധുവാൾ എന്ന യുവതാരം കൂടി ചേരുന്നതോടുകൂടി മുംബൈയുടെ ഇന്ത്യൻ ബോളിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പേസ് ബോളിംഗ് അറ്റാക്ക് അത്ര മോശമല്ല. 6ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. ഭുവനേശ്വർ കുമാർ,
ടി നടരാജൻ, ജയദേവ് ഉനദ്കട്ട് എന്നിവരാണ് ഹൈദരാബാദിൻ്റെ നിരയിലുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സ്. ഭുവനേശ്വർ കുമാർ നടരാജൻ കഴിഞ്ഞ സീസണിൽ SRCയുടെ താരമായിരുന്നു. ഇത്തവണ അവർ റീറ്റെയിൻ ചെയ്ത താരങ്ങൾ തന്നെയാണ്. ഒപ്പം ജയദേവ് ഉനദ്കട്ട് എക്സ്പീരിയൻസ്ഡ് താരം ഇത്തവണ SRCയുടെ നിരയിലേക്ക് എത്തുകയാണ്. സോ മികച്ച 3 പേസ് ബോളേഴ്സ് ഇന്ത്യൻ വേഗക്കാർ ഹൈദരാബാദിൻ്റെ കൂടാരത്തിലുണ്ട്. 6ാം സ്ഥാനത്താണ് ഏഡൻ മാർക്കർ നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഈ ഒരു പവർ റാങ്കിങ്ങിലെ പൊസിഷൻ. 7ാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. 7ാം സ്ഥാനത്താണ് ലക്നൗ സൂപ്പർ ജയൻസ്. നമുക്കറിയാം ആവേശ് ഖാൻ എന്ന അവരുടെ മെയിൻ ഇന്ത്യൻ പേസ് ബോളർ ഇത്തവണ രാജസ്ഥാൻ്റെ നിരയിലേക്ക് പോയതോടുകൂടി അത്ര ഒരു എഫിഷ്യൻസി ഉള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സിൻ്റെ കൂടാരമല്ല ലക്നൌവിനുള്ളത്. മോഹ്സിൻ ഖാൻ, ശിവം മാവി, മുഹമ്മദ് അർഷാദ് ഖാൻ, യഷ് താക്കൂർ എന്നിവരാണ് ഒരു 4 മികച്ച യുവതാരങ്ങളാണ് ഇത്തവണ ലക്നൌവിൻ്റെ കൂടാരത്തിലുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സ്. മോഹ്സിൻ ഖാൻ നമുക്കറിയാം IPL കഴിഞ്ഞ സീസണിൽ ലക്നൌ വേണ്ടി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയാണ്. യഷ് താക്കൂറും അതോടൊപ്പം തന്നെ മുഹമ്മദ് അർഷാദ് ഖാൻ ഇത്തവണ LSCയുടെ നിരയിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ശിവം മാവി KKRൻ്റെയും ഗുജറാത്ത് ടൈറ്റൻസിനും ഒക്കെ വേണ്ടി IPL മത്സരങ്ങൾ കളിച്ച താരം ഇത്തവണ LSCയുടെ നിരയിലേക്ക് ആദ്യമായി എത്തുകയാണ്. സോ 7ാം സ്ഥാനത്താണ് പവർ റാങ്കിങ്ങിൽ ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ സ്ഥാനം. 8ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. മുഹമ്മദ് സിറാജ് എന്ന മെയിൻ ഒരു ഇന്ത്യൻ ഇൻ്റർനാഷണൽ ബോളറെ മാറ്റി നിർത്തുകയാണെങ്കിൽ അത്ര പേരുകേട്ട താരങ്ങൾ ബാംഗ്ലൂർ നിരയിലില്ല. യഷ് ദയാൽ, വിജയകുമാർ വൈശാഖ്, ആകാശ് ദീപ് സിംഗ് എന്നീ 3 യുവതാരങ്ങളാണ് RCBയുടെ നിരയിലുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സ്. സോ അതിനാൽ തന്നെ പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്താണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ പൊസിഷൻ. നമുക്കറിയാം സിറാജ് വേൾഡ് കപ്പിലടക്കം ഇന്ത്യയുടെ വെട്ടിക്കെട്ട് ബോളർ. കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെച്ച താരം തന്നെയാണ്. യഷ് ദയാൽ കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു. ഇത്തവണ താരലേലത്തിലൂടെ ബാംഗ്ലൂർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിജയകുമാർ വൈശാഖ് കർണാടക യുവ ബോളർ, ആകാശ് ദീപ് സിംഗ് എന്നിവരാണ് മെയിനായിട്ട് ബാംഗ്ലൂർ നിരയിലുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സ്. 9ാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് എന്നിവരാണ്. ഖലീൽ അഹമ്മദ് ഒപ്പം ഇന്ത്യയുടെ നിലവിലുള്ള മികച്ച യുവ പേസ് ബോളർ മുകേഷ് കുമാർ, ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ പരമ്പര, അതോടൊപ്പം തന്നെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലടക്കം ഇന്ത്യൻ നിരയിൽ അംഗമായിരുന്ന മുകേഷ് കുമാർ ഇത്തവണ ഏറെ പ്രതീക്ഷകളടങ്ങിയ അല്ലെങ്കിൽ ഏറെ മികച്ച ഒരു IPL സീസൺ കാത്തിരിക്കുകയാണ് മുകേഷ് കുമാറിനെ സംബന്ധിച്ച്. സോ അതിനുള്ള തന്നെ 9ാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പൊസിഷൻ. ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് എന്നിവർക്കൊപ്പം മുകേഷ് കുമാറിൻ്റെ സേവനം കൂടി ലഭ്യമാകുന്നതോടുകൂടി ഡൽഹിക്ക് അത്ര മികച്ച ബോളിംഗ് അറ്റാക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഭേദപ്പെട്ട പ്രകടനം നയിക്കാൻ കെൽപ്പുള്ള ബോളേഴ്സ് ഉണ്ട് കൂടാരത്തിൽ. 10ാമതും അവസാന സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ്. ലേലത്തിലൂടെ വൻ തുകയ്ക്ക് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ ലോക ബോളറെ അവർ കൂടാരത്തിലേക്ക് എത്തിച്ചെങ്കിൽ പോലും മികച്ച ഇന്ത്യൻ പേസ് അദ്ദേഹത്തിന് ബാക്കപ്പായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം 11ൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സിനെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ KKR മാനേജ്മെൻറ്റ് ഇത്തവണ മറന്നുപോയെന്നാണ് തോന്നുന്നത്. ചേതൻ സക്കറിയ, ഹർഷിത് റാണ, വൈഭവ് അറോറ എന്നീ 3 അൺക്യാപ്ഡ് യുവ ബോളേഴ്സാണ് ഇത്തവണ KKRലെ കൂടാരത്തിലുള്ള ഇന്ത്യൻ പേസ് ബോളേഴ്സ്. ചേതൻ സക്കറിയ നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന്, ഡൽഹി ക്യാപിറ്റൽസിനും ഒക്കെ താരമായിരുന്നു. അത്ര മികച്ച എക്കോണമിയുള്ള താരമല്ല ചേതൻ സക്കറിയ. ഹർഷിത് റാണ കഴിഞ്ഞ സീസണിൽ KKRന് വേണ്ടി ഡെബ്യൂ മാച്ച് കളിച്ചിരുന്നു. അത്ര മോശമല്ലാത്ത പഠനം കാഴ്ചവെച്ചെങ്കിൽ പോലും വൈഭവ് അറോറ മറ്റൊരു യുവതാരം. സോ ഇങ്ങനെ 3 ഇന്ത്യൻ യുവ പേസ് ബോളർമാരാണ് KKRന് നിലയിലുള്ളത്. മിച്ചൽ സ്റ്റാർക്കിനെ പോലെ ലോകോത്തര ബോളർ 11ലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് കൂട്ടായിട്ട് മികച്ച ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു അൺക്യാപ്ഡ് പ്ലെയർ പോലും KKR നിരയിലില്ല എന്നത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. സോ അതനുസരിച്ച് നോക്കും പവർ റാങ്കിൽ ഏറ്റവും അവസാന പൊസിഷനിലാണ് ശ്രേയസ് അയ്യരുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സോ ഇതാണ് പവർ റാങ്കിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് MX സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് എത്ര വേഗം നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും.